ഇനി ഇതങ്ങ് കൊഴുക്കും. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ എല്ലാവരോടും കുറെ സ്നേഹവും കുറെ നന്ദിയും കടപ്പാടുമാണ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഒരു വലിയ ശതമാനം ആളുകൾ ജാസ്മിൻ തന്നെ കപ്പടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ അവരോട് എന്താ പറയാനുള്ള നിരാശയാക്കിയെന്ന് തോന്നുന്നുണ്ടോ? പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയെന്തിന്? ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. നിരാശ ആക്കിയവരോടൊക്കെ എനിക്ക് ക്ഷമ ചോദിക്കാനേ പറ്റുമല്ല, അതൊന്നും പറ്റില്ലല്ലോ. പിന്നെ അള്ള വിധിച്ചത് എനിക്കിതായിരിക്കും. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. പാതി വെച്ച് ഫുൾ എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരാളാണ്. ആ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇവിടുന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അത് പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും ഉണ്ട്. ജിൻഡോ കപ്പടിച്ചതിൽ ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ്? എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാൻ അത് പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. ഗബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൗസിൽ വലിയൊരു ചർച്ചയായിരുന്നു. അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നിലയ്ക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. സന്തോഷായി, നല്ല സന്തോഷമായി. എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ എല്ലാം നോക്കി വരുന്നേ ഉള്ളൂ. എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞ് ഞാൻ വന്നിട്ടില്ല. അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എന്റെ കുടുംബത്തിന്റെ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഫ്ലാഷ് ബാക്ക്. ഫസ്റ്റ് അണ്ണ ഉള്ളിൽ കയറിയിട്ട് പുറത്തുള്ള കാര്യമൊക്കെ ജാസ്മിന് പറഞ്ഞു കൊടുത്ത് എന്താണ് വിദേശവും, എന്താണ് കൈപ്പിടുത്തോ ഹഗ് ചെയ്യുന്നത്, നെറ്റിയിലൊരു ഉമ്മ തരുന്നത് മനസ്സിലാവാൻ പറ്റൂലേ? ഹൂ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇപ്പൊ കയറിയല്ലേ? നിങ്ങളൊന്ന് പറ, ആരാണ്? സായി, പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു കാരണവശാലും ഇവിടെ സംസാരിക്കാൻ പാടില്ല. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. അപ്പൊ അതിനൊരു തീരുമാനമായി.